സിനിമയിൽ നിന്ന് ഇപ്പം ഇത് നമ്മുടെ CCL നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്ക് എല്ലായിടത്തും നമ്മളെ ഇഷ്ടമുള്ള ആളുകളുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടാത്ത നമ്മളൊന്നും ചെയ്തില്ല നമുക്ക് നമ്മളെ താല്പര്യമില്ലാത്ത ആളുകളും കാണും. എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു ഉൾക്കളികൾ വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലാതെ പോകേണ്ടാവില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കള്ളമായിരിക്കും. പക്ഷേ അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. എനിക്കിങ്ങനെ ആലോചിച്ച് ചിന്തിക്കാവുന്നേ പറ്റത്തുള്ളൂ, ഇതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുമോ? ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ചെയ്യാതിരിക്കാം. ഒരാളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരാളാണോ ഒന്നിലധികം ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി മോർ ദാൻ വൺ സിംഗിൾ പേഴ്സൺ. അതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ്. അങ്ങനെ തോന്നുന്ന ആൾക്കാരോട് വിളിച്ച് ചോദിക്കാനുള്ള. ഞാൻ ബേസിക്കലി ഒരു റെക്ലൂസ് ആണ്. ഐ സ്റ്റേ അലോൺ. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഈവൻ ഇവരെ കേരള സ്ട്രൈക്കേഴ്സിലാണെങ്കിൽ കളിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ആൾക്കാരോട് കൂടുതൽ ഇടപെടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വേറെയാണ്. വളരെ കുറച്ച് പേരോട് ഞാൻ സംസാരിക്കാറുള്ളൂ. എൻ്റെ ഫ്രണ്ട് സർക്കിളും വളരെ കുറവാണ്. ഇവൻ ഇഫ് യു ചെക്ക് മൈ സോഷ്യൽ മീഡിയ, കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ കയറിയിട്ട് ആ 2 നിമിഷങ്ങൾക്കുള്ളിൽ 2021 എത്തി എന്ന് പറയുന്നുണ്ട്. കാരണം അത്ര ഞാൻ ഇടാറുള്ളൂ. അത് ഞാൻ ഇടുന്നതന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ മുംബൈക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെതായിട്ട് കളിക്കുകയും ഫസ്റ്റ് ബോൾ റൺഔട്ട് ആവുകയും ചെയ്യുന്ന ഒരു, അത് വല്ലാത്തൊരു എന്തായിരുന്നു ആ ഉള്ളിൽ ഫീലിംഗ് എന്നത്? സോ ഐ ഇവൻച്വലി വാണ്ട് ടു ഗെറ്റ് ഓഫ് ദ മാർക്ക്. ഒരു ഫസ്റ്റ് ബോൾ ജ്യൂസി ഫുൾട്ടേഴ്സ് ആണ്. ഇഫ് ഇറ്റ് വാസ് തേർഡ് ഓർ ഫോർത്ത് ബോൾ എനിക്കത് ദാറ്റ് ബോൾ അതിനൊരു ഷോർട്ട് ഓഫർ ചെയ്യാമായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് ഓഫ് ദ മാർക്ക്. അതിൻ്റെ ബേസിക്കലി ഞാൻ അതിന് ഓടാൻ കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ്, മൈ ബ്രെയിൻ ഫേർഡ് മൂവ്മെൻറ്റ്. ബട്ട് സ്റ്റിൽ ആ നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് സാക്കിബ് സലീം എന്ന് പറഞ്ഞാൽ ഈസ് എ സ്പ്രിൻറ്റർ. ഓക്കെ, അവൻ കയ്യിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇപ്പുറത്ത് വരും. ഐ വാസ് ഷുവർ, ബിക്കോസ് ഞങ്ങൾ കളിച്ചിട്ടുള്ളതാണ്. അവർ അത്രയ്ക്ക് സ്പീഡിൽ ഓടുന്ന, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ റൺസും എടുത്തിട്ടുണ്ട്. കയ്യിലിട്ട് കൊടുത്താലും. ബട്ട് അവനും പ്രതീക്ഷിച്ചില്ല ഞാനത് ഓടുമെന്ന് ഫസ്റ്റ് ബോളിൽ. എൻ്റെ മിസ്റ്റേക്കാണ്. ആ ബോൾ എടുത്തു കഴിഞ്ഞിട്ട് സ്ട്രൈക്കേഴ്സ് എൻഡിലോട്ട് എറിയത്തുള്ളൂ. ബട്ട് ഐ ഹാഡ് ഫെയ്ത്ത് ഓൺ സാക്കിബ് സലീം. അവൻ എന്നെക്കാട്ടി സ്പീഡിൽ ഓടുന്ന വ്യക്തിയാണ്. ഞാൻ സ്പീഡിൽ ഓടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബട്ട് അവന് ഞാനും 2010 മുതൽ മോഡലിംഗ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ വി നോ ഫോർ സോ മെനി ഇയേഴ്സ്. അവൻ നന്നായിട്ട് ഓടുന്നതാണ്. ഞാൻ വിചാരിച്ചു അവൻ വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അതെൻ്റെ മിസ്റ്റേക്കായിരുന്നു. വരുമെന്ന് വിചാരിക്കരുതായിരുന്നു. അവൻ്റെ വിക്കറ്റിന് എന്താണെങ്കിലും അതൊരു 50-50 ചാൻസസാണ്. ഓക്കെ, ഞാൻ അത്രേ ഉള്ളൂ. അത് ഇപ്പം പല ചാനൽ റിപ്പോർട്ട് ചെയ്ത് ഒരു 100 അടിക്കാനുള്ള ആവേശത്തിലായിരിക്കും ഒരു പക്ഷേ രാജീവ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ പെട്ട് പോകുന്ന പറഞ്ഞ് അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ന്യൂസിലൊക്കെ റിപ്പോർട്ട് വന്ന ഞാൻ കണ്ടില്ല. ഞാൻ അയച്ചുതരാം. ഇനി വരുന്ന ഒരു സീസണിലൊക്കെ ഇപ്പം കേരള സ്ട്രൈക്കേഴ്സ് ഇനി വിളിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടി 100% കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഗിവൺ മൈ sweat and blood. When I say blood, I have literally given my blood to the team. ഫസ്റ്റ് സീസൺ കഴിയുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ താഴെ 11 സ്റ്റിച്ചസാണ്. ഇവിടെ ലാസ്റ്റ് കളി കഴിഞ്ഞിട്ട് 11 സ്റ്റിച്ചസാണ് ഇവിടെ. അത് അന്ന് കണ്ടവർക്കേ അറിയത്തുള്ളൂ. 2023 സീസണിൽ റായ്പൂരിൽ ഫസ്റ്റ് ഇന്നിങ്സ് കളിക്കും. മലക്കോട്ട വാലിബൻ നടക്കാണ്. മൈ ആംസ് വെ ബിഗർ. ഞാൻ അതിങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിങ്സ് റായ്പൂരിൽ കീപ്പർ നിന്നപ്പോൾ ഞാനൊരു ഫുൾ ലെങ്ത് ഡൈവ് ചെയ്തു ബോൾ പിടിക്കാൻ വേണ്ടി. അത് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ സ്ലാപ്പ് ഇഞ്ചുറി എന്ന് പറയും. ആ ഇഞ്ചുറി ഉണ്ടായിട്ട് ഐ ഹാവ് ദ റിപ്പോർട്ട്. ഞാൻ തള്ളിയല്ല കേട്ടോ, റിപ്പോർട്ടും ഉണ്ട്. ഡോക്ടറിനോട് പോയി ചോദിക്കാം. മെഡിക്കൽ ടെസ്റ്റർ ജേക്കബ് ഡോക്ടറാണ്. അവൽഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറ്, അതായത് ഒരു പീസ് ഓഫ് ബോൺ, ഒരു ചെറിയ സ്പെക്യൂൾ അവിടുന്ന് പൊട്ടി ഇവിടെ ഇപ്പോഴും നടപ്പുണ്ട്. 2 എൻ്റെ ഇവിടെ ഫ്രാക്ചറായി ഷോൾഡർ. പിന്നെ 3 എൻ്റെ ബൈസെപ്സ് ടെൻഡൻ കട്ടായിപ്പോയി. ഞാൻ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കുക. എൻ്റെ കൈ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായി. ഞാൻ വേദനയുണ്ട്. അപ്പം നമ്മൾ ഈ വേദന ഉണ്ടെങ്കിലും ഒരിക്കലും അല്ല, ഈ ടഫ് കൈയാണ്, വേദന ഉണ്ട് പറ്റില്ലെന്ന് തന്നെത്താൻ പറയുന്നതല്ലേ. അപ്പോൾ ഞാൻ പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. എന്നിട്ട് അടുത്ത ജോധ്പൂർ മാച്ച് കളിച്ചു, ജയ്പൂർ മാച്ച് കളിച്ചു, മലക്കോട്ട വാലിബൻ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേദന മാറുന്നില്ല. കൈ ചെറുതായി പോവാണ്. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ വീഡിയോ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴത്തെ കൈ, ഇപ്പുറത്തെ കൈ വലുതും ഇപ്പുറത്തെ കൈ പകുതിയായിപ്പോയി. ഞാൻ വേണം വീഡിയോ കാണിച്ചു തരാം. ആക്ച്വലി എന്നോട് പറഞ്ഞ കീ ഹോൾ സർജറി 8 months റെസ്റ്റ്. ബട്ട് ദാറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ. എനിക്ക് ഷൂട്ട് നടപ്പുണ്ട്, വേറെ ഷൂട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ റീഹാബിലിറ്റേഷൻ ചെയ്തു. ഞാനിങ്ങനെ റീഹാബിലിറ്റേഷൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആക്ച്വലി കെയിം ബാക്ക്. ഐ ബിക്കം നോർമൽ. ബട്ട് ദെൻ ആ പോയിന്റിലൊക്കെ കേരള സ്ട്രൈക്കേഴ്സ് എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു.
That was in 2023. അതിൻ്റെ CEO ബിന്ദു ചേച്ചി ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് ഹൗ ആർ യു ഫീലിംഗ്, ഇങ്ങനെയുണ്ട് കൈ, ഇങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഐ ഹവ് ലിറ്ററലി ഗിവൺ മൈ ബ്ലഡ് എന്നാണ് പറഞ്ഞു വന്നത്. സോ എൻ്റെ ഫസ്റ്റ് ലോയൽറ്റി ഞാൻ കളിക്കുന്ന ടീമാണ് എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ ഞാൻ ഒരു മോശം മനുഷ്യനാവും. ബട്ട് ഇവൻച്വലി എൻ്റെ ടീം പുറത്തായ സ്ഥിതിക്ക് എനിക്ക് കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കണമെന്നാണ്, വിൻ ചെയ്യണമെന്നാണ്. ഒരു പക്ഷേ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ നിർഭാഗ്യം ഞാനായിരിക്കും, ചിലപ്പോൾ അവർ വിൻ ചെയ്തെന്നിരിക്കുക കപ്പ്. ബട്ട് കഴിഞ്ഞ ദിവസം ബംഗാളിനെതിരെ അവർ തോറ്റു പോയതിന് ഐ വാസ് വാച്ചിങ് ഇറ്റ് വിത്ത് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് വിത്ത് വെയിറ്റഡ് ബ്രെത്ത്. എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സ് വിളിച്ചാൽ പോകാതിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഐ വിൽ റൺ ആൻഡ് ഗോ. ഈ ആളുകൾ ചതിയൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മെസ്സേജ് ശരിക്കും വിഷമം തോന്നിയായിരുന്നു. മീൻസിലി എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നി എന്താണെന്ന് അറിയോ, ഇത്രയും പേർക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് അറിയാമല്ലോ എന്ന് ഓർത്തിട്ട്. അല്ലാത്ത ആർക്കും അങ്ങനെ വലിയ മെസ്സേജസ് ഒന്നും വരാത്ത സംഭവമാണ്. ഒരു കോൺട്രവേഴ്സി അല്ല, റീച്ച് ഇപ്പോഴും ഇല്ല. ഓൾമോസ്റ്റ് ഡെഡായി കിടക്കുന്ന അക്കൗണ്ടാണ്, അതുകൊണ്ടായിരിക്കും. ബട്ട് ദെൻ എനിക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ നമുക്കൊരു ഉള്ളിലൊരു വിഷമം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം മുംബൈക്ക് വേണ്ടി കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഇൻസിഡൻറ്റിൽ കൂടെ കടന്നു വയ്ക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തായാലും ഇപ്പം എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ എവിടെയോ ഒരു വിഷം വരുമോ, എന്നാലും എന്നെ ഇൻക്ലൂഡ് ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയും ഒരു ടീമിന് വേണ്ടി എൻ്റെ ഇത്രയും പേരെ ഒഴുക്കിയിട്ടും എന്നെ ഇൻക്ലൂഡ് ചെയ്തില്ലെന്ന് തോന്നൽ വരും. അപ്പം ആ ഒരു ടൈമൊക്കെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അത് മാസങ്ങൾ മുമ്പ് നടന്ന കാര്യമാണ് ഫസ്റ്റ്. സെക്കൻഡ് തിങ് ഇസ്, ഇപ്പം നമ്മൾ അത് ഓർത്തിരിക്കുകയാണ് ഐ ബിക്കം എ സോറി ഫിഗർ, ബട്ട് ഐ എം നോട്ട്. ദ വേ ഐ എം തിങ്കിങ് ഇസ്, ബോംബെയിൽ അവിടെ എനിക്ക് എ കാറ്റഗറി കളിക്കാം, ബിക്കോസ് ഞാൻ അവിടെ 2 പടം ഹീറോയും കുറേ പടം വില്ലനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബി കാറ്റഗറി കളിക്കുന്ന വലിയ നടന്മാരുണ്ട്, ഗോഡ് ഇറ്റ്. പക്ഷേ എനിക്ക് അവിടെ എ കാറ്റഗറി കളിക്കാനുള്ള യോഗ്യൻ ഞാനായെന്ന് ഓർത്തിട്ട് ഞാൻ ആ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവൻച്വലി ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല എന്നുള്ള വേറെ കാര്യം, അതെനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഫോർ മീ ടു ഗോ ആൻഡ് പ്രാക്ടീസ്. അതുകൊണ്ട് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഐ വിൽ ബി വിത്ത് ദ ടീം, നിങ്ങൾ എന്നെ ഇറക്കണ്ട, കാരണം ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് അവൻ എന്നെ ഫോഴ്സ് ചെയ്ത് ഇറക്കിയതാണ്. ഫസ്റ്റ് മാച്ച് ഞാൻ ഇറങ്ങിയില്ല, ഞാൻ സോഹൽ ഭായിയോട് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല, കാരണം പ്രാക്ടീസ് അവർ തന്നെ 2 മാസമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമായിട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു എന്ന് ഞാൻ പറഞ്ഞു. ഈ സൊഹൈൽ ഭായ് എന്ന് പറഞ്ഞത് സൊഹൈൽ ഖാൻ അവരുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു സർക്കിളിൽ നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണല്ലേ? അവർ ഞാൻ വളരെ സ്നേഹമുള്ള, വളരെ എന്താ പറയുക, ഭയങ്കര നല്ല മനുഷ്യരാണ് അവർ. സൽമാൻ അവരെല്ലാം അവർ പുറത്ത് കാണുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബട്ട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരാണ്. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും ഫോൺ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നുള്ള രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുന്ന വ്യക്തിയാണ്. സൽമാൻ ഭായ് എനിക്ക് അറിയാവുന്ന സോഹൽ ഭായ് വഴിയാണ്. സോഹൽ ഭായ് ഈസ് ദ വൺ ഹു ട്രീറ്റ്സ് മീ ലൈക്ക് എ ബ്രദർ. അവർ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ്, അതിൽ കൂടുതൽ എന്താ പറയുക.